എൻ്റെ പേര് ഷാൻഡി ജോസ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ സ്പിരിച്വൽ ലൈഫ് എന്നെപ്പോലെ തന്നെ കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂദാശകളും കുർബാനയും കുമ്പസാരവും ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് എല്ലാം എനിക്ക് ദൈവത്തിലേക്ക് പോകാൻ ഒരു മാർഗമായതുകൊണ്ട് ഞാനതൊക്കെ മുടങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നു. എനിക്ക് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയമാണ് കർത്താവ് കാണുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് വന്നിരിക്കണമെങ്കിൽ ഹൃദയം പരിശുദ്ധമായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പരിശുദ്ധിയോടെ എൻ്റെ ഹൃദയത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അധികം വെറുപ്പോ വിദ്വേഷമോ ഒന്നും ആരോടും വരാതെയും ഒക്കെ പരിശ്രമിച്ചിട്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് നാളിങ്ങോട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സാണെങ്കിലും അൽമായരാണെങ്കിലും എല്ലാവരുടെയും പ്രവൃത്തികളൊക്കെ എനിക്ക് മനസ്സിലാകുമ്പോൾ ഈ ഹൃദയത്തിൽ കർത്താവ് ഉള്ളവരിങ്ങനെ ചെയ്യില്ലല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് വന്നു. അച്ഛന്മാർ കുട്ടികളോട് പെരുമാറുന്നതും സിസ്റ്റേഴ്സ് കുട്ടികളോട് പെരുമാറുന്നതും ഒക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ചില സിസ്റ്റേഴ്സ് അച്ഛന്മാർ, എല്ലാവരും അല്ല, ചിലർ. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ വന്നാൽ ഭയങ്കര ഭക്തി കാണിക്കുന്ന ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നേരെ ഓപ്പോസിറ്റായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു സംശയമായിരുന്നു. കർത്താവ് ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഫ്രാങ്കോയെ പോലെയുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. അച്ഛന്മാരും അൽമാരും തമ്മിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആർക്കും, പ്രത്യേകിച്ച് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അതുപോലെ ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന അവരുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ച് കാണും. അതുകൊണ്ട് ഇവരുടെ ഒന്നും ജീവിതത്തിൽ ഇത് കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സംശയം, വിഷമമായിരുന്നു. അതുപോലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. ആ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി. പക്ഷേ സഭയുടെ ഈ മണവാട്ടിയുടെ മണവാളിന് അവിടെ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന കാണുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു അന്നേരമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പള്ളിയിൽ പോകാനൊന്നും എനിക്ക് തോന്നാറേയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അച്ഛൻ്റെ ടോക്ക് കേട്ടത്, മനോജ് കെ ജി, ഫാദർ ഡോക്ടർ മനോജ് കെ ജിയുടെ ടോക്ക് കേട്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, ഞാനും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിലും കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ആത്മീയതയെ പറ്റിയിട്ട് ഇത് ശരിക്കും കർത്താവിലായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അന്വേഷണത്തിലേക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, സഭ എന്ന് പറയുന്നത് കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ക്രിസ്ത്യൻ മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ഇതൊരു ആശയം മാത്രം, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വളരാനുണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചു. യേശുക്രിസ്തു മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേലെ എഴുന്നള്ളി വരുന്നത് കണ്ടു. അതേ ഒരു ഫീല്, അതേ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞ അന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ അറിയാതെ തന്നെ പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ സ്വഭാവത്തിലാണ് മാറ്റം വരുന്നത്, എൻ്റെ ചിന്തയിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം എൻ്റെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, ഞാനല്ല എന്നെ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട്. ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ആ സഹായകൻ ശരിക്കും സഹായകൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ്, അത് സമൃദ്ധമായി നൽകുവാനാണ്. ആ ജീവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്.
ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം. ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പിതാവുമായിട്ട് ചേർന്നിരുന്ന് പിതാവിൽ ജീവിക്കാൻ, പിതാവിനിലും ഞാൻ പിതാവിലുമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് പല കുറവുകളുണ്ടാവും. പക്ഷേ ഫുൾ ടൈം സന്തോഷത്തിൽ ആത്മാവിൽ ജീവിക്കാനുള്ളൊരവസരം കർത്താവ് എനിക്ക് തന്നു. ഇത് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യമാണ്. കർത്താവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വഴി പിതാവാം ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. അങ്ങനെ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് രാജകീയ പുരോഹിത വർഗം, അതായത് രാജാക്കന്മാർ. യേശുക്രിസ്തുവിനെ പോലെ തന്നെയാണ് നമ്മളും. ക്രിസ്തു ആദ്യജാതനും നമ്മൾ തുടർന്ന് വന്ന മക്കളുമാണ് നമ്മൾ. ഈ ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലുണ്ടായി. എല്ലാവരും, എനിക്ക് അച്ഛന്മാരോടാണെങ്കിലും കന്യാസ്ത്രീകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഈ മതത്തിൽ പഠിപ്പിക്കുന്നതിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു ആത്മീയ വളർച്ചയുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നാമത്തെ പഠിക്കുക ആദ്യം തന്നെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരോടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആത്മാവിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ, ആത്മാവ് നമ്മളെ ഭരിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ആ ഒരു സത്യം എല്ലാവരും അന്വേഷിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ചെറിയതായിട്ട് ഞാൻ പറയുന്നതാണ്. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ വലിയ 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 സത്യങ്ങൾ ഒത്തിരി നമുക്കറിയാനുണ്ട്. കർത്താവ് എന്താണെന്നും പിതാവ് എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്താണെന്നും ഈ നമ്മൾ പള്ളിയിൽ പഠിച്ചതൊന്നും മാത്രമൊന്നുമല്ല, അതിൽ കൂടുതൽ ഒത്തിരിയുണ്ട് അറിയാൻ. നമസ്കാരം.